കാർത്തിക രോഹിണി, മകയിരം, മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് മാർച്ച് 5 ബുധനാഴ്ച വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ്. ജീവിതത്തിൽ ഒരു താമസവും കൂടാതെ ഒരു അത്ഭുതം എന്നതുപോലെ എന്തെങ്കിലും ഒന്ന് നടന്നെങ്കിൽ മാത്രമേ ഇനി ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന 4 രാശിക്കാർക്കാണ് ഇപ്പോൾ നല്ല കാലം തെളിഞ്ഞിരിക്കുന്നത്. വേദജ്യോതിഷ പ്രകാരം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ മാർച്ച് 5 ബുധനാഴ്ച രാവിലെ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചന്ദ്രൻ്റെ ഈ രാശിമാറ്റം ഇടവം, ചിങ്ങം, വൃശ്ചികം, മകരം രാശിയിൽപ്പെടുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള വിജയങ്ങളെ ആയിരിക്കും നൽകുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് മാസം 5 ലഭിക്കുവാൻ പോകുന്ന ഗുണഫലങ്ങളെ പറ്റിയായിരിക്കും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ചന്ദ്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള രാശിമാറ്റത്തോടൊപ്പം തന്നെ സമൃദ്ധിയുടെയും സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ ദാതാവായ വ്യാഴവും ഇടവം രാശിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ മാർച്ച് മാസം 5 ബുധനാഴ്ച ചന്ദ്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള രാശിമാറ്റത്തോടൊപ്പം തന്നെ ചന്ദ്ര വ്യാഴ സംയോഗവും നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വർഗീയ അനുഭവങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന ഗജകേസരി യോഗവും ഈ 2 ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് ഈ 4 രാശിക്കാർക്കും ലഭിക്കുകയാണ്. ഇതിൽ ഒന്നാമതായി മാർച്ച് 5 നടക്കുന്ന ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വളരെയധികം നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക, രോഹിണി, മകയിരം ഉൾപ്പെടുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ചിന്താഗതിയിൽ പോലും വളരെയേറെ മാറ്റങ്ങൾ ഈ ഒരു ഗ്രഹസംയോഗം കൊണ്ടും ഗജകേസരി യോഗം കൊണ്ടും വരുവാൻ പോവുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതായത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തോൽവികൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിരുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ആത്മവിശ്വാസം തോന്നുകയും ആ ധൈര്യത്തോടെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ജീവിതത്തെ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള ചില ബുദ്ധിപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ തന്നെ ഈ സമയത്ത് വരികയും അത് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായും വരികയാണ്. അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ഭവനങ്ങളിൽ വളരെയധികം സന്തോഷത്തിന് വകയുള്ള ഒരു ദിനമായിരിക്കും മാർച്ച് 5 ചില മംഗളകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാനും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമൊക്കെ നിങ്ങളാൽ കഴിയും. അതുപോലെ തന്നെ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയും വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ തൊഴിൽ മേഖല മാറുകയും ചെയ്യുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രഹസംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾക്ക് പുറമെ വളരെയധികം ഈശ്വരാധീനവും
നിങ്ങളുടെ വീടിനെ തുണയ്ക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. കൂടുതൽ ഗുണഫലങ്ങൾ തിരിച്ചറിയുവാനായി നിങ്ങൾ മാർച്ച് 5-ാം തീയതി മറക്കാതെ ക്ഷേത്ര ദർശനം നടത്തുകയും ഈശ്വരാധീനം തേടുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. രണ്ടാമതായി, ഈ മാർച്ച് മാസം 5-ാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഗജകേസരി യോഗവും സിദ്ധിക്കുന്ന രണ്ടാമത്തെ രാശിക്കാർ മകം, പൂരം, ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും വളരെയേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതായത് ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ചിങ്ങം രാശിക്കാർക്കൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അകറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജോലി ഈ ഒരു സമയത്ത് നേടിയെടുക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പോലും നിങ്ങളോട് മതിപ്പ് തോന്നുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. ഇതിൽ മകം, പൂരം, ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാർ വളരെയധികം വിഷമിക്കുന്ന മറ്റൊരു കാര്യം കടബാധ്യതകളാണ്. നിങ്ങളുടെ പരിചയക്കാരോട് കടം വാങ്ങിയതിന് പുറമെ ചില ബന്ധുക്കളോട് പോലും കടമായി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്തതിനാൽ കുടുംബത്തിൽ പലവിധമായ പ്രശ്നങ്ങളും നേരിടുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ഈ ഗ്രഹസംയോഗം കൊണ്ട് മാർച്ച് മാസം 5-ാം തീയതിയോടെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നും മാറ്റങ്ങൾ വരികയും നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുന്ന സമയമായിരിക്കും മാർച്ച് 5-ാം തീയതി. ചുരുക്കി പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന നേട്ടങ്ങൾ. തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് ചില സാമ്പത്തിക നേട്ടങ്ങളും ശുഭകാര്യങ്ങളും വന്നു ചേരും. ഇനി മൂന്നാമതായി, മാർച്ച് മാസം 5-ാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം കൊണ്ട് ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയുടെ 7-ാം ഭാവത്തിലാണ് വ്യാഴവും ചന്ദ്രനും സംയോഗം നടത്തുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന എന്തൊരു നല്ല കാര്യമാണെങ്കിലും അതിനെല്ലാം തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കോളേജ് പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ ഗ്രഹസംയോഗം കൊണ്ട് കഴിയും. അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മികച്ച ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ചില അവസരങ്ങൾ ഒരുങ്ങി വരികയും നിങ്ങൾക്ക് അതിൽ ഒരു സമ്പൂർണ്ണ വിജയം കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ മാനസിക സന്തോഷത്തിന് വളരെയധികം ഗുണകരമാകുന്ന ഒരു കാര്യവുമായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ള ചില തൊഴിൽ സാധ്യതകൾ കൂടി ഒരുങ്ങി വരും. ഇപ്രകാരം ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് തള്ളിക്കളയുവാൻ പാടില്ല. അത് നിങ്ങളെ
ഉയർച്ചയിലേക്ക് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. മാത്രമല്ല, വൃശ്ചികം രാശിക്കാരായിട്ടുള്ള പറമ്പിൽ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താരതമ്യേന നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പുതിയ രീതിയിലുള്ള ചില കാര്യങ്ങൾ സ്ഥാപിക്കുവാനുള്ള സാമ്പത്തിക വഴിയും ഒരുങ്ങി വരും. ഇതോടെ നിങ്ങളുടെ കൃഷിയിടത്തു നിന്നുള്ള ആദായം വർദ്ധിക്കുകയും നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വർധനവ് ഉണ്ടാകുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ വളരെയധികം അലട്ടിയിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഈ ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായി കാണുന്നുണ്ട്. ഈ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചില പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം കാണുന്നുണ്ട്. ഇനി നാലാമതായിട്ട് മാർച്ച് 5-ാം തീയതി നടക്കുന്ന ഗ്രഹസംയോഗം ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ ചൊരിയുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. പ്രധാനമായും മകരം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അതായത്, പുതിയതായി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നടക്കും. അതുപോലെ മകരം രാശിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് പല മേഖലകളിൽ നിന്നും അനുഭവപ്പെട്ടിരുന്ന ചില സംഘർഷഭരിതമായ അവസ്ഥകൾ നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പൊതുവെ എല്ലാ മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഒരു ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ ഗ്രഹസംയോഗം കൊണ്ട് രൂപപ്പെടുന്ന ഗജകേസരി യോഗത്താൽ സിദ്ധിക്കുന്നുണ്ട്. അതുപോലെ വീട് പണി തുടങ്ങി വെച്ചിട്ട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് സമാധാനിക്കുവാനുള്ള സമയമാണ് ഇത്. നിങ്ങളുടെ വീട് പണിക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ അകലുകയും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള വഴി തുറക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സാമ്പത്തികമായ സഹായങ്ങൾ നൽകുവാനായി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ ചില ബന്ധുക്കൾ പോലും നിങ്ങളിലേക്ക് സഹായഹസ്തവുമായി വരും. ഇത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമായിരിക്കും. എന്തുകൊണ്ടും മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രായഭേദമന്യേ ഗുണകരമായ സമയം തന്നെയാണ് ഈ ഗ്രഹസംയോഗത്താൽ വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗ്യയോഗം സിദ്ധിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി വരണമെങ്കിൽ ഈശ്വരാധീനവും കൂടിയേ തീരൂ എന്നുള്ളതാണ്. കഷ്ടതകൾ വരുമ്പോൾ മാത്രം ഈശ്വരനെ തേടിയിട്ട് കാര്യമില്ല. നല്ല കാലം വരുമ്പോഴും ഈശ്വരാധീനം കൂടെ തന്നെ ഉണ്ടാവണം. അതിനാൽ തന്നെ മാർച്ച് മാസം 5-ാം തീയതി ഇടവം, ചിങ്ങം, വൃശ്ചികം, മകരം രാശിക്കാരായിട്ട് വരുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുകയും ഈശ്വര കടാക്ഷം നേടിയെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും
പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.